ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പിൽ 58% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമബംഗാളിൽ, കുറവ് ജമ്മുകശ്മീരിൽ. അവസാനഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രചാരണം നയിച്ച് ദേശീയ നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർത്തിയായ ഘട്ടങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണക്കുകളിൽ ആർക്കും മാറ്റം വരുത്താൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി കമ്മീഷൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തെത്തുമെന്ന് മുന്നറിയിപ്പ്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 58.84% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് പശ്ചിമബംഗാളിലാണ് 78.19%. ഏറ്റവും കുറവ് ജമ്മു കാശ്മീരിൽ 51.41%. ബീഹാറിൽ 52.8%, ഹരിയാനയിൽ 58.15% പേർ വോട്ട് രേഖപ്പെടുത്തി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ 54.32%, ജാർഖണ്ഡിൽ 62.16%, ഒഡീഷയിൽ 59.72%, ഉത്തർപ്രദേശിൽ 54.02% പോളിംഗ് ശതമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തുടങ്ങിയവർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ വോട്ട് ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹോസ് ഖാസ് എൻക്ലേവിലെ MCD പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിനായുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രധാന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ജൂൺ 1 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ പാടലിപുത്ര, കാരാഘാട്ട്, ബക്സാർ, ഉത്തർപ്രദേശിലെ ഗാസിപൂർ എന്നിവിടങ്ങളിൽ പ്രചാരണം നടത്തി. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ ഹിമാചൽ പ്രദേശിലെ ഹമിർപൂർ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തിയത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പഞ്ചാബിലെ അമൃത്സറിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാരണാസിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് പഞ്ചാബിലുമാണ് പ്രചാരണം നടത്തിയത്. ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷ മായാവതി ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂരിൽ റാലിയെ അഭിസംബോധന ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്ത് മീൻ പിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കേരള, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, കൊങ്കൺ, ഗോവ, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂനമർദ്ദം പശ്ചിമ ബംഗാളിലെ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ സാഗർ ദ്വീപിൽ നിന്ന് 660 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ റുപേ സേവനം മാലദ്വീപിലും നടപ്പിലാകുന്നു. US ഡോളറിനോടുള്ള ആശ്രയത്വം അവസാനിപ്പിക്കാനും പ്രാദേശിക നാണയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനുമാണ് തീരുമാനം. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള സാമ്പത്തിക സഹകരണത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും റുപേ സേവനത്തിനായി ഇന്ത്യ എല്ലാ സഹായവും ഉറപ്പുവരുത്തിയതായും മാലദ്വീപ് വ്യാപാര മന്ത്രി പറഞ്ഞു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച റുപേ സേവനം നിലവിൽ ഭൂട്ടാൻ, നേപ്പാൾ, മൌറീഷ്യസ്, UAE, സിംഗപ്പൂർ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ഘട്ടങ്ങളിലെ പോളിംഗ് സംബന്ധിച്ച സമ്പൂർണ്ണ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് വ്യക്തമാക്കി. പോളിംഗ് കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ലെന്ന സുപ്രീംകോടതിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടത്. വിശദാംശങ്ങളിലേക്ക്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും പൂർണ്ണ സുതാര്യതയ്ക്കും വിശ്വാസ്യതയ്ക്കും പ്രതിബദ്ധമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്പൂർണ്ണ പോളിംഗ് വിവരങ്ങൾ പുറത്തുവിട്ടത്. മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളുടെയും കൈവശം ഫോം 17C പകർപ്പ് നൽകുന്നതിനാൽ തന്നെ പോളിംഗ് കണക്കുകൾ മാറ്റം വരുത്താൻ ആർക്കും ഒരിക്കലും കഴിയില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഏപ്രിൽ 19 ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും കൃത്യവും സുതാര്യവും നിയമാനുസൃതവുമായാണ് പുറത്തുവിട്ടതെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വോട്ടർമാരുടെ എണ്ണവും പോളിംഗ് ശതമാനവും സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി സംസ്ഥാനങ്ങളിലെ ഓരോ ലോക്സഭാ മണ്ഡല അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി വിപുലമായ കണക്കുകളാണ് കമ്മീഷൻ ഇന്ന് പുറത്തുവിട്ടത്. പോളിംഗ് കണക്കുകൾ പൊതുജനങ്ങൾക്ക് അറിയാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വോട്ടേഴ്സ് ടേൺ ഔട്ട് ആപ്പ് എന്ന സംവിധാനവും കമ്മീഷൻ നവീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമബംഗാളിലെ ഝാർഗ്രാം ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി പ്രണത് ടുഡുവിനെ ആക്രമിച്ചതായി പരാതി. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. സംഭവത്തിൽ പശ്ചിമബംഗാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്വാലാലംപൂരിൽ നടക്കുന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ പ്രവേശിച്ചു. തായ്ലൻഡ് താരത്തെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ മുന്നേറ്റം. IPL ക്രിക്കറ്റ് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. നാളെ രാത്രി 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് നാളെ തുടക്കമാകും. ഇടവേളയ്ക്ക് ശേഷം ഗ്രാൻഡ്സ്ലാം കോർട്ടിൽ തിരിച്ചെത്തുന്ന സ്പാനിഷ് താരം റാഫേൽ നദാലിന്റെ അവസാന ഫ്രഞ്ച് ഓപ്പൺ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ആദ്യ മത്സരത്തിൽ നദാലിന്റെ എതിരാളി. നാളെ ഉച്ചയ്ക്ക് 3:30 നദാലിന്റെ മത്സരം. റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ലോക ടേബിൾ ടെന്നീസ് കണ്ടൻഡർ മത്സരത്തിൽ പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ മനുഷ് ഉത്പൽഭായ് ഷാ മാനവ് വികാസ് തക്കർ സഖ്യം സെമിയിൽ പ്രവേശിച്ചു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സെമിയിൽ ഫ്രാൻസിന്റെ ലിലിയൻ ബാർഡറ്റ് ജൂൾസ് റോളൻഡ് സഖ്യമാണ് എതിരാളികൾ. കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ ശുചീകരണ ദിനം ആചരിച്ചു. തിരുവനന്തപുരം കരമന ബോയ്സ് HSൽ മന്ത്രി V ശിവൻകുട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാ സംഘടനകളും പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സ്കൂളുകളിൽ തുടർച്ചയായി അടഞ്ഞുകിടക്കുന്നത് മൂലം ഇഴജന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരമിടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ പ്രശസ്ത ഛായാഗ്രഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ആദരം. രാജ്യാന്തര തലത്തിൽ മികച്ച ഛായാഗ്രഹകർക്ക് നൽകുന്ന പിയർ ആഞ്ചിനോ പുരസ്കാരം സന്തോഷ് ശിവന് സമ്മാനിച്ചു. ഈ രംഗത്തെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരം. പിയർ ആഞ്ചിനോ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. പാപ്പുവ ന്യൂഗിനിയയിൽ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 300ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. 1100-ലധികം വീടുകൾ മണ്ണിനടിയിലായി. എങ്ക പ്രവിശ്യയിലെ ഉൾഗ്രാമത്തിൽ ഇന്നലെ പുലർച്ചെയാണ് അപകടമുണ്ടായത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ പുതിയ കമാൻഡന്റായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ചുമതലയേറ്റു. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാറിൽ നിന്നാണ് അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങിയത്. നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1990 ജൂലൈ 1 ഇന്ത്യൻ നേവിയിൽ നിയമിതനായത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മെയ് 25 ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കിയത് ഇക്കഴിഞ്ഞ മെയ് 7 പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. ഫുട്ബോളിൽ എല്ലാ മേഖലയിലെയും ടീമുകളെ ഉൾക്കൊള്ളിച്ചുള്ള ആദ്യ അന്താരാഷ്ട്ര ടൂർണമെന്റ് ആരംഭിച്ചതിന്റെ 100ാം വാർഷിക ദിനമായതുകൊണ്ടാണ് മെയ് 25 ഫുട്ബോൾ ദിനമായി തെരഞ്ഞെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പിൽ 58% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമബംഗാളിൽ, കുറവ് ജമ്മു കാശ്മീരിൽ. അവസാനഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പ്രചാരണം നയിച്ച് ദേശീയ നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പൂർത്തിയായ ഘട്ടങ്ങളിലെ വോട്ടർമാരുടെ എണ്ണം പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കണക്കുകളിൽ ആർക്കും മാറ്റം വരുത്താൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി കമ്മീഷൻ. കേരളത്തിൽ ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റെമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരത്തെത്തുമെന്ന് മുന്നറിയിപ്പ്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.